ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത് ഒരു അടിപൊളി എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള വാനില സ്പോഞ്ച് കേക്ക് ഞാൻ ആദ്യമേ ഉണ്ടാക്കി വെച്ചിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് വാനില സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പി അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. അപ്പോൾ ഞാൻ കേക്കൊന്ന് 4 പീസാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ സ്പോഞ്ച് കേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാനിവിടെ റിച്ച് ഗോൾഡിൻ്റെ ക്രീമാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് 1 kg കേക്കിലോട്ട് ആവശ്യമായിട്ടുള്ള ക്രീം ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചെടുക്കാം. ഏകദേശം ഒരു കപ്പോളം മതിയാകും. അതൊന്ന് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യാം. നല്ല ഫ്ലഫി ആവുന്ന വരെ ഒന്ന് നല്ല ഒരു ക്രീമി ടെക്സ്ചർ ആവുന്ന വരെ ഒന്ന് ബീറ്റ് ചെയ്യാം. ഓവർ ബീറ്റ് ചെയ്യരുത് കേട്ടോ. ഓവർ ബീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് മെൽറ്റായി പോകും. അപ്പോൾ ക്രീം ഞാനിവിടെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്തൊരു കേക്ക് ബോർഡ് എടുത്തിട്ട് അതിൻ്റെ മുകളിലൊന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച കേക്കൊന്ന് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. കേക്ക് തെന്നി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇനി നമ്മൾ അതിൻ്റെ മുകളിൽ ഷുഗർ സിറപ്പ് ആക്കി കൊടുക്കാം. കേക്ക് നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ ക്രീം വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ക്രീം അടിക്കുമ്പോൾ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മളത് 2 മണിക്കൂർ മുന്നെങ്കിലും പുറത്തേക്ക് എടുത്ത് വെക്കാൻ നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ തലേദിവസം ഒന്ന് ഫ്രിഡ്ജിൽ നമ്മൾ താഴോട്ട് എടുത്ത് വെച്ചാലും മതി. ഫ്രീസറിൽ നിന്ന് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ ക്രീം നല്ല ലൂസായിട്ട് വേണം കിട്ടാനായിട്ട്. മറ്റേത് ഐസാകുമ്പോൾ നമ്മളത് പെട്ടെന്ന് മെൽറ്റായി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ ആ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മുടെ 4 ലെയറും ഫ്രോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി മൊത്തത്തിൽ ഒന്നായിട്ടൊന്ന് ഫ്രോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ കേക്കിൽ മൊത്തമായിട്ടൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട് ക്രീം കൊണ്ട്. ഇനി നമുക്കിതിൽ ഡിസൈനിങ് ആണ് ബാക്കിയുള്ളത്. അപ്പോൾ ഇനി അതും കൂടി ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ക്രീം മാറ്റി വെച്ചിട്ട് അതിലോട്ട് ഓറഞ്ച് യെല്ലോ ബ്ലൂ കളർ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിൽ ജസ്റ്റ് ബ്ലൂ കളർ കൊണ്ടൊന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനിങ് കൊടുക്കട്ടോ. ഞാനിവിടെ ഒരു ഈദിൻ്റെ കേക്ക് ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഡിസൈനിങ് വിചാരിച്ചിട്ട് ചെയ്തതാണ്. അപ്പോൾ ഈദ് സ്പെഷ്യലായിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിൽ ചെയ്തെടുത്താണ്. അപ്പോൾ ഇങ്ങനൊരു കളറ് കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ കളറ് ജസ്റ്റ് നമ്മൾ ഫുഡ് കേക്കിൻ്റെ കളറ് ഇതിൽ ജസ്റ്റ് ഒന്ന് ഡ്രോപ്പ് ചെയ്തതാണ്. അതൊന്ന് ജസ്റ്റ് ആ നൈഫ് വെച്ചിട്ടൊന്ന് ആക്കിയെടുക്കുകയാണ്. അപ്പോൾ ബ്ലൂ കളർ കൊണ്ടുള്ള പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് ഡെക്കറേഷൻ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പൈപ്പിംഗ് ബാഗിൽ വൈറ്റ് ക്രീമാണ് അതൊന്ന് ഫില്ല് ചെയ്തിട്ട് അത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഓരോ ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ യെല്ലോ കളറാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് ഇതുപോലെ ഒന്ന് ഡോട്ടായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഡെക്കറേഷൻസ് ചെയ്യാം കേട്ടോ. നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. ഇപ്പോൾ വലിയ ഡിസൈനിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നമുക്ക് വൈറ്റ് ഫോറസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. ഞാനിത് ഉദ്ദേശിച്ചിട്ടുള്ളത് ഏകദേശം ഒരു മൂണിൻ്റെ ഷേപ്പൊക്കെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഏകദേശം മൂണിൻ്റെ ഒരു ഷേപ്പൊക്കെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഡിസൈനും കാര്യങ്ങളൊക്കെ ഓരോരുത്തരും ഇഷ്ടമാണ് കേട്ടോ. അതൊക്കെ ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. ഇനിയിപ്പോൾ ഞാനിവിടെ ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് പേരും കൂടി ഒന്ന് എഴുതണം. അപ്പോൾ ഈദ് മുബാറക്കിൻ്റെ ഇതിൻ്റെ സ്പെഷ്യലായിട്ടുള്ള കേക്ക് ആയതുകൊണ്ട് ഈദ് മുബാറക്ക് തന്നെ എഴുതുന്നത്. അപ്പോൾ പേരൊക്കെ എഴുതി കഴിഞ്ഞിട്ടുണ്ട്. ഇനി സ്റ്റാറിൻ്റെ
ഷുഗർ ബോൾസ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇതാ സിൽവർ ബോൾസ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതൊക്കെ ചെയ്തെടുക്കുന്നത്. പിന്നെ ഇതാ വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് സൈഡിലോട്ടൊക്കെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി ഈസി ആൻഡ് ടേസ്റ്റി വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. പിന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫ്രണ്ട്സും ഫാമിലീസൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്ത് വരുന്ന കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ, ടേക്ക് കെയർ, ബൈ ബൈ.